വീട്ടിൽ തന്നെ നല്ല സ്വാദിലും ഇത്തിരി വ്യത്യസ്തമായിട്ടും അച്ചപ്പം ഉണ്ടാക്കിയെടുത്താലോ. അതിനാദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 2 മുട്ടയെടുത്ത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കിലോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാലാണ് നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ലേശം ഉപ്പും കൂടി ഇതിനിടയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് കറക്റ്റ് പരുവാകുന്നത് വരെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മാവിൻ്റെ ഒരു പരുവം കറക്റ്റായിട്ട് അറിയാൻ ഇതേപോലെ ഒരു സ്പൂൺ മുക്കി നോക്കുമ്പോൾ മാവ് അതിലായിട്ട് കറക്റ്റ് പിടിച്ച് വരുവാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെന്നാണ്. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. അതിനുശേഷം എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് അച്ചപ്പത്തിൻ്റെ എണ്ണയിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാവിൽ ഇതേപോലെ മുക്കി കറക്റ്റായിട്ടൊന്ന് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കറുമുറാന്നുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം റെഡിയല്ലേ. അപ്പോൾ ഇനി അച്ചപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ.